ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ ഞാൻ ആഗ്രഹിക്കുമെന്നോ സ്വപ്നം കാണുമെന്നോ തനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇത് വേദനിക്കുന്നത് കാണാൻ. നമ്മുടെ സ്വപ്നങ്ങളൊന്നും മാഞ്ഞു പോവില്ല ഹരി. നമ്മൾ ചാവുന്നത് വരെ അതുണ്ടാവും. അതിന് ശ്രമിച്ച അയാൾ തോൽക്കേയുള്ളൂ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഹരി ഒരു കാര്യം ചെയ്യും. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാല് ഞാനിവിടെ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണെന്ന് പറഞ്ഞേക്ക്. അതാ നല്ലത്. അതാവുമ്പോ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ ഇങ്ങനൊരു ബുദ്ധി ഉദിച്ചോ? അത് കൊള്ളാലോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച സിഐക്ക് നമ്മളെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. സിഐ വീണ്ടും വരുന്നെങ്കിൽ വരട്ടെ. ഒരു സ്ത്രീയെ അകാരണമായിട്ട് പീഡിപ്പിച്ചാല് അയാൾക്കെതിരെ നടപടി എടുക്കാനും നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വേണ്ടത്, ഈ ചങ്കൂറ്റം. നമ്മൾ ഒന്നിക്കാൻ വേണ്ടി ജനിച്ചവര്, പിരിയാൻ വേണ്ടിയല്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ? ജെആറിന്റെ ഒരു കാര്യത്തിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. എടോ, താൻ കാര്യം എന്താണെന്ന് പറ. എന്തിനായിരുന്നു ഹരിയും നിത്യയും തമ്മിൽ വേർതിരിച്ചത്? അവരൊന്നിച്ച് ജീവിക്കുന്നോണ്ട് ജെആറിന് എന്താ കുഴപ്പം? മറ്റൊരാളുടെ ഭാര്യയെ ജീവിക്കാൻ തുടങ്ങുന്ന പെണ്ണിനോട് പക തോന്നും, പ്രതികാരം തോന്നും. പക്ഷെ വീണ്ടും അവളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, ഞാൻ ശരിക്കും ജെആറിന്റെ ആരാ? എനിക്കറിയണം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഉത്തര, ഇടം കണ്ടുകൊണ്ട് ഒരാൾ നിത്യയെ നോക്കിയാൽ പോലും ഞാൻ കലാപം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നിത്യ എന്റെ സ്വന്തമായിരുന്നു. പക്ഷേ മറ്റൊരു പുരുഷൻ അവളെ തൊട്ടതിന് ശേഷം, അയാളുടെ കൂടെ അവൾ ഉറങ്ങിയതിന് ശേഷം, അവളെ ഞാൻ ആഗ്രഹിക്കുമെന്നോ സ്വപ്നം കാണുമെന്നോ തനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇത് വേദനിക്കുന്നത് കാണാൻ. ജീവിതത്തിൽ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞവരാ. അവര് വേറെ പിരിയുമ്പോ കിട്ടുന്നൊരു സുഖം, അവര് കൂട്ടിവെച്ച സ്വപ്നങ്ങളൊക്കെ എടുത്ത് എന്റെ കാൽച്ചൂട്ടിലിട്ട് ഞെരിക്കുമ്പോ കിട്ടുന്നൊരു സുഖമില്ലേ? ഒന്നടുക്കാൻ പോലും ആവാതെ ദൂരെ നിന്നവൻ കരയുമ്പോ കിട്ടുന്ന മനസ്സിന്റെ ഒരു തണുപ്പില്ലേ? അതിനു വേണ്ടിയാ. സിഐയുടെ ഉത്തരവുകള് അവരനുസരിച്ചില്ലെങ്കിലോ? അവിടെ നിയമം അവരെ തോൽപ്പിക്കും. നിത്യ ഇപ്പോഴും എന്റെ ഭാര്യ. നിയമത്തിന് മുന്നില്. എന്തിനാ ചെയ്യാറ് ഇതൊക്കെ? നാളെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കുമ്പോ ഈ പറഞ്ഞ നിയമം തന്നെ തടസ്സമായിട്ട് വരില്ലേ? നിയമപുസ്തകങ്ങൾ, അത് നടപ്പിലാക്കുന്ന സ്ഥലങ്ങളും വിലക്കെടുക്കാൻ ജെആറിന് കഴിയുമെന്നുള്ളതിൽ തനിക്ക് വിശ്വാസമില്ലേ? പിന്നെന്താടോ?
ഈ കാര്യത്തിൽ താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാനൊന്നും മനസ്സറിഞ്ഞ് സന്തോഷിച്ചോട്ടെ. പണ്ടെവിടെയോ വായിച്ചിട്ടുണ്ട്, ഇണകളെ വേർപ്പെടുത്തിയപ്പോ തലതല്ലി മരിച്ച 2 പക്ഷികളെ കുറിച്ച്. നിത്യയും ഹരിയും എനിക്കിപ്പോ ആ 2 പക്ഷികളാ. വേർപിരിക്കും ഞാൻ. തൂവലുകളൊക്കെ ഓരോന്നായിട്ട് വേർപിരിച്ചെടുക്കുകയും ചെയ്യും ഞാൻ. എന്നിട്ട് സ്വാതന്ത്ര്യം കൊടുക്കും. എന്തിനാണെന്നറിയോ? ജീവിക്കാനല്ല, എന്റെ മുന്നിൽ തല തല്ലി മരിക്കാൻ. കൊല്ലും ഞാൻ 2 എണ്ണത്തിനെ. അതിന് ജയാറിന് ഒരു കോംപ്രമൈസും ഇല്ല. ഹരി, എനിക്കും കിട്ടുവോ ഒരു ചായ? നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ പൗരന്മാർ. നിങ്ങളിനി ഒന്നിച്ച് കഴിയാൻ പാടില്ല എന്ന് CI സാറ് പറഞ്ഞതല്ലേ? പിന്നെ എന്താണാവോ അതനുസരിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഞാനിവിടെ നിൽക്കുന്നതേ നിയമപ്രകാരം തന്നെയാ. ഓ, അതേത് നിയമം? നിത്യ എന്റെ വീട്ടിൽ നിൽക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാ. അതിനെനിക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. അല്ല, അതിനെ ചോദ്യം ചെയ്യാൻ ഏത് കോടതിക്ക് അധികാരമുള്ളത്? നിർത്തണോ? എങ്ങനെ ചിരിക്കാതിരിക്കും നിത്യ? വലിയ വലിയ മഹാന്മാരും മണ്ടത്തരം കാണിക്കുമ്പോ അറിയാതെ ആരാണെങ്കിലും പൊട്ടിച്ചിരിച്ചു പോവും. 2 പേരും വന്ന് കയറിയ നിമിഷം മുതല് ആരോടൊക്കെയോ നിയമോപദേശം തേടിയെന്ന് തോന്നുന്നു. കഷ്ടം. പക്ഷേ ഇഷ്ടമല്ല.